ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആട്ടോ. നമ്മളെ ആനിവേഴ്സറി ആണ് ഇന്ന്. വർഷങ്ങളായി എന്ന് പറയുന്നു. 7 വർഷങ്ങൾ കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടില്ല. ഒരുപാട് തെറ്റുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി നമ്മൾ നല്ല സ്നേഹത്തോടെ തന്നെ കേട്ടോ ഇപ്പോഴും ജീവിക്കുന്നത്. 5 വർഷത്തെ പ്രേമത്തിനൊടുവിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ നമ്മൾ കല്യാണം കഴിച്ചിട്ട് 7 വർഷങ്ങൾ കേട്ടോ. അപ്പോഴും കൂടെ നിന്ന ഏട്ടന്മാരോടും ചേച്ചിമാരോടും നന്ദി മാത്രം. ഇപ്പം ആകെ മൊത്തം 12 വർഷങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാട്ടോ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സുധിയുടെ തന്നെ സജഷനായിരുന്നു നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകാമെന്നുള്ളത്. അവിടെ എന്തോ ഉത്സവവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ പോകാമെന്നുള്ളത്. ആമിക്കുട്ടി വളരെ എക്സൈറ്റഡ് ആണ്. അവർക്കിപ്പോൾ കാര്യങ്ങളൊന്നും അറിയില്ല. ആനിവേഴ്സറി ആണ്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കല്യാണം കഴിച്ച ദിവസമാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് അമ്പലത്തിൽ പോകാമെന്ന് കേട്ടാൽ പായസം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തി തുടങ്ങി കേട്ടോ. ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റഷ് ആയതുകൊണ്ട് നമ്മൾ ബാക്കിലൂടെയാണ് പോകുന്നത്. ഫ്രണ്ടിലൂടെ പോകുമ്പോഴാണ് എന്താ പറയുക, ബലിതർപ്പണം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഡയറക്റ്റ് എത്തുക, അതായത് ആലിൻ്റെ മുന്നിലേക്ക്. സോ നമ്മൾ ബാക്കിലൂടെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. വേഗം ക്യൂവിൽ കയറി നിന്നു. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ആൽത്തറയിലേക്കാണ് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ അയ്യപ്പൻ്റെ ടെമ്പിളിലൊക്കെ കയറി എള്ളത്തിരിയൊക്കെ കത്തിച്ചു. ശേഷം പായസമൊക്കെ വാങ്ങിയിട്ട് ആമിക്കുട്ടി പോണ പോക്കുണ്ട്. അവൾ വളരെ ഹാപ്പി ആട്ടോ. അങ്ങനെ ഇതാ ആലിൻ്റെ ചോട്ടിലേക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സീനറിയാണ് ഈ കാണുന്നത്. ആകാശവും ഭൂമിയും പുഴയും എല്ലാം കൂടി ഒരു പറയാൻ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓൾറൗണ്ട് ഒന്ന് വീഡിയോ എടുത്തു. ആലിൻ്റെ ചോട്ടിലേക്ക് പോയിട്ട് നിന്നു. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഫീലായിരുന്നു ആലിൻ്റെ ചോട്ടിൽ പോയി നിന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ ആമിക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്പൂണ് കിട്ടിയാൽ മതി എന്നായിട്ടുണ്ട്. ആ പായസം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ. ആൾക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല. അങ്ങനെ അവിടെ നിന്ന് ഉള്ളിലേക്ക് തന്നെ കയറി ഞങ്ങൾ. അവിടെ നോക്കുമ്പോൾ അവിടെ പ്രസാദോട്ടുണ്ട്. അവിടെ നല്ല റഷാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല, പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാക്ക് ഡോർ വഴിയാണ് കയറിയതെന്ന്. അപ്പോൾ ഇവിടെ അധികം റഷല്ല കേട്ടോ. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള ഗണപതി ഭവനിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരൂരുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അങ്ങനെ അവിടെ കയറിയിട്ട് നമ്മളെ ഐറ്റം മസാല ദോശയും വടയും ആയിരുന്നു. അതെനിക്ക് മസ്റ്റാണ് അമ്പലത്തിൽ പോകുന്ന ദിവസം. സോ ഇന്ന് നമ്മൾ അതൊക്കെ കഴിച്ചു. ആമിക്കുട്ടി നല്ല രസത്തിലിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വർഷത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂട്ടോ.